ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പിയായി സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു, ഒരു കുളിയൊക്കെ പാസ്സാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഡേറ്റ്സും ബദാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഉപ്പാൻ്റെ വക ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ആ പണി അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി, ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് അയൺ ചെയ്യാൻ. അതും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. കിച്ചണിൽ പോയി ഒരു ബ്ലാക്ക് ടീ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏലക്കയൊക്കെ ഇട്ട് കുറച്ച് മധുരമൊക്കെ ആഡ് ഒരു അടിപൊളി കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ വാട്ടർ കിച്ചണിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചമ്മന്തിക്കറിയൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ടി വിയിൽ ഉപ്പുമുളക് കാണുന്ന ടീംസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മാത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചേരം പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അറിയാലോ, ഫിസിക്സൊക്കെ അതന്നെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കുറച്ചേരം ഒന്ന് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു. പണി മീൻസ് നമ്മൾ നോർമലി ഈ അടിച്ചു വെക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അതന്നെ. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചു. അതിനിപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കാറുണ്ടൊന്ന് മടക്കാൻ നിന്നാണ്. പിന്നെ നിങ്ങളതിൽ എൻ്റെ കയ്യിൽ കുപ്പിവള കാണും, വെറുതെ ഇട്ടാണ്ട് കേസ് ഒരു കൗതുകം. അവിടെ ഒരു ബാക്കി 4 ഉണ്ടായുള്ളൂ, അപ്പോൾ അതൊന്ന് പൊട്ടിക്കണ്ട നമുക്ക്, അതിന് വേണ്ടി അതൊന്ന് എടുത്തിട്ടതാണ്, ഒരു കൗതുകം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വന്ന് അടിച്ചൊക്കെ വാരി. പിന്നെ ഈ അടിച്ചത് വെക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. അതന്നെ, നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വീടിങ്ങനെ ക്ലീനായി കിടക്കണതാണ് ഒരു പ്രത്യേക രസമല്ലേ, ഒരു മനസ്സുഖം, അതന്നെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അത് എനിക്ക് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ നല്ല മീനൊക്കെ പൊരിക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണ്ട് ഒരു മീൻ വിരോധി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വെജിറ്റബിൾസൊക്കെ ഇട്ടൊരു സാലഡല്ല, ഒരു തോരൻ പോലെ ഉണ്ടാക്കി. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കയ്പ്പൊക്കെ ഇട്ട് ഉണ്ടാക്കി. അപ്പോൾ ഉച്ചയ്ക്ക് അതാണ് കഴിച്ച്, ചോറും ആ ഒരു വെജിറ്റബിളിൻ്റെ ഒരു കറിയൊക്കെ പോലെ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഒരു വാഴക്കപ്പം കഴിക്കാൻ ഒരാൾക്ക് ഭയങ്കര പൂതിയാണ് ഈവനിങ് കഴിച്ചാൽ. അപ്പോൾ അതേപോലെ ഉമ്മനോട് പറഞ്ഞ് ഈ ഒരു വാഴക്കപ്പൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നുകൊണ്ട് അതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. അതും എന്നാൽ പിന്നെ വാഴക്കപ്പമില്ല, അതിൻ്റെ ഒപ്പം ഒരു കോഫി ഉണ്ടാക്കാമെന്നുള്ളതിൽ ഞാൻ അപ്പുറത്തൊരു കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കോഫിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഈവനിങ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ സൈലത്തിലാണ് കേട്ടോ പഠിക്കുന്നത്, +1 ബാച്ചാണ് ഓൺലൈനായിട്ട്. അപ്പോൾ ഫിസിക്സ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് 2 ബാച്ചായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. 7 മണി തൊട്ടിട്ടൊരു 8:15 വരെ ഉണ്ടാവും. പിന്നെ 8:30 തൊട്ട് ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവും ക്ലാസ്. അപ്പോൾ കുറച്ച് പഠിക്കാൻ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഇപ്പോൾ വരുമ്പോൾ നല്ല പൊറോട്ടയും അതിൻ്റെ കൂടെയുള്ള സാലന കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ അങ്ങനെ അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഡേ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ രാത്രി നുണക്കുഴി പറഞ്ഞ സിനിമയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര